അച്ഛോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അല്ല, ഇതാര്? പാപ്പച്ചി എന്നോ? കഴിക്കാൻ സാധനം ഒഴിഞ്ഞതിന് ശേഷം പള്ളിയിലേക്കുള്ള വരവ് കുറവാ അല്ലേ? അതൊന്നും അല്ലച്ചോ, വീട്ടുകാര്യങ്ങളും സ്വാശ്രയ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ കാരണം അന്നത്തെ കുറെ സമയം കിട്ടാറില്ല. സത്രമാണ്. അപ്പോ വിൻസെന്റ് ഇപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ അതൊക്കെ പതിവിലും ഭംഗിയായി പോകും വെച്ചു. അതിന് ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യം പറയാം. പറഞ്ഞോളൂ. മാളിയേക്കലച്ഛൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ ഒരു ജീവനക്കാരൻ്റെ കാര്യം. ഞാൻ അയാളെ വിളിക്കുന്നു. എന്നിട്ട് എവിടെ? ദാ പുറത്തു നിൽക്കുന്നു. ഷാജി, ദാ അച്ഛൻ വിളിക്കുന്നു. എന്താണ് അതിന്റെ പേര്? തനിക്ക് എന്തൊക്കെ ജോലി അറിയാം? ഒരു ജോലി അറിഞ്ഞൂടാ. ഏത് ജോലി ചെയ്യാൻ തയ്യാറാണ്. മാളിയക്കലച്ഛന് താനുമായി എന്താ? ഒരു ബന്ധവുമില്ല. അപ്പനും അമ്മയും കൂടി ധ്യാനം കൂടാൻ മാളിയക്കൽ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ആഗ്രഹം. പക്ഷെ ഞാൻ ധ്യാനം കൂടിയില്ല. അവിടുത്തെ പാചകക്കാരനെ കൂടെ കൂടി. അച്ഛനോട് പറഞ്ഞിട്ട് കാണും. പറഞ്ഞു. പക്ഷെ ഞാൻ പോയില്ല. എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി തരാതെ ഇവിടുന്ന് പോകില്ല. അത് വാശി വെച്ചു. പിന്നെ കാലി വീട്ട് കരഞ്ഞു. എന്നിട്ട് പനക്കലച്ച് നടത്തുന്നൊരു വൃദ്ധസദനം ഉണ്ടെന്നും അവിടെ ഒരു ജോലിക്കാരൻ്റെ ആവശ്യമെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് മാളിയക്കലച്ചൻ ഈ പനക്കലച്ചനെ വിളിച്ചതും ഞാനിവിടെ വന്നതും. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? ഈ കാരുണ്യതീരം വൃദ്ധസദനത്തിൽ പുരുഷന്മാരും സ്ത്രീകളുമായി 62 അന്തേവാസികളുണ്ട്. നോക്കാൻ ആളില്ല. പണം തന്ന് മാതാപിതാക്കളെ മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കൾ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കളുണ്ട്. കൂടുതൽ പേരും രോഗികളാണ്. കണ്ണ് കാണാൻ വയ്യാത്തവർ, ചെവി കേൾക്കാത്തവർ, നടക്കാൻ പ്രയാസമുള്ളവർ, മാനസിക രോഗമുള്ളവർ, ദേഷ്യം, പിടിവാശി, അങ്ങനെ വാർദ്ധക്യത്തിന്റെ എല്ലാത്തരം ദുരിതങ്ങളും അനുഭവിക്കുന്നവർ. അവരെ എല്ലാവരെയും ശുശ്രൂഷിക്കണം. അച്ഛൻ ഒന്നുകൊണ്ട് പഠിക്കണ്ട. അവിടെയൊക്കെ കാര്യം ഞാൻ ഏറ്റു. മോനെ അപ്പൂ, പോവല്ലേ മോനെ. അച്ഛനെ തനിച്ചാക്കി പോവല്ലേ മോനെ. മോളെ ശാലിനി, പോവല്ലേ മോളെ. അച്ഛൻ അവിടെ വീടിന്റെ മൂലയിൽ എവിടെയെങ്കിലും ഒതുങ്ങി ജീവിച്ചോളാം. അച്ഛൻ ഒരു ശല്യം ഉണ്ടാക്കില്ല മക്കളെ. മക്കളെ, അച്ഛൻ തനിച്ചാക്കി പോവല്ലേ മക്കളെ. മോനെ അപ്പൂ, മോളെ ശാലിനി, പോകല്ലേ മക്കളെ. ദേവചേട്ടാ, സമാധാനമായിരിക്കും. ഇവിടെ ഞങ്ങളെല്ലാവരും ഇല്ലേ? മക്കൾ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ചേട്ടന് നല്ലതിലല്ല. മക്കൾ ജോലിക്ക് പോകും, പേരക്കുട്ടികൾ സ്കൂളിൽ പോകും. പിന്നെ ചേട്ടൻ തനിച്ചല്ലേ. നടന്നു പോയി എവിടെയെങ്കിലും തട്ടി വീണാൽ ഓർമ്മയില്ലാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും അപകടം പറ്റിയാൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ? ചേട്ടൻ സമാധാനമായിരിക്കും. ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. സ്വന്തം വീടിനേക്കാൾ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും വേറെ എവിടെയെങ്കിലും കിട്ടാൻ പറ്റുമോ? ഒരു ജീവിതത്തിന്റെ കൂടുതൽ ഭാഗവും ഹോട്ടലിന്റെ അടുക്കള വിയർത്ത പിടിയെടുത്തവനല്ല. അവിടുത്തെ വിറകെടുപ്പ് എനിക്കെടുത്ത സ്വപ്നങ്ങൾ കൊണ്ട് കെട്ടിപ്പടുക്കുക എന്റെ ജീവിതം. ജോലി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തുമ്പോൾ ഒരുപാട് രാത്രിയാകും. മക്കള് 2 പേരാ, നന്ദഗോപനും ശാലിനിയും. നന്ദഗോപനെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് അപ്പുവെന്നാണ്. ശാലിനിയുടെ ശാലുവെന്നും. വെളുപ്പിന് പോയി രാത്രിയിൽ നിന്നുകൊണ്ട് എന്നെ അധികം അവർ കണ്ടിട്ടില്ല. അമ്മയായിരുന്നു ഓർക്കില്ല. പത്രക്കടലാസിൽ പൊതിഞ്ഞ കുറച്ച് പലഹാരങ്ങളായിരുന്നു അവർക്കിന്ന് വെച്ച്. എനിക്കും വിദ്യാഭ്യാസം കുറവായതിന് മക്കളെ നന്നായി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. ഞങ്ങളുടെ പ്രതീക്ഷ തന്നെ അവർ നന്നായി പഠിച്ചു. സർക്കാർ ജോലി കിട്ടി. സർക്കാർ ജോലിയുള്ള വധൂവരന്മാരെയും കണ്ടെത്തി. പിന്നെ അവരുടെ ജീവിത നിലവാരമൊക്കെ മാറി. മാതാപിതാക്കൾ വൃദ്ധസദനത്തിലാണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. എന്നാൽ ഞങ്ങൾക്ക് വലിയ അച്ഛൻ പേരക്കുട്ടികളെ വളർത്താനും കൊച്ചിക്കാരും ഒരു കൊതി.
ജനിച്ചതാണ്. അവർക്ക് വേണ്ടി എത്ര ഇച്ചിൽ മാത്രം കഴിക്കുകയും കൈകളെല്ലാം ചുറ്റുക. സ്വന്തം പേര് ആരോടും പറയാതെ ആരും കാണാതെ കരയുന്ന മനുഷ്യന്റെ പേര് ദേവൻചേട്ടന്റെ ഭാര്യ വീട്ടിലുണ്ട്. കുട്ടികളെ നോക്കാനും അടുക്കള പണിക്ക് ഇപ്പോൾ ആളെ വലിയ ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ വലിയ ശമ്പളം കൊടുക്കണം. ഇതാകുമ്പോ പുറത്തുനിന്ന് നോക്കുമ്പോ അമ്മ, അകത്ത് സെർവന്റ്. ദേവൻചേട്ടൻ അകത്തേക്ക് ചെന്ന് വിശ്രമിക്കും. പ്രാർത്ഥന കൊണ്ട് മനസ്സും മരുന്ന് കൊണ്ട് ശരീരവും നമുക്ക് സുഖപ്പെടുത്താം. എടോ ഷാജി, ഷാജി ഡി. എങ്കില് ഷാജി ഡി, എടോ ഇന്നലെ വന്നൊരു കേസുണ്ട്. കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ഛനും ഭാര്യ, അവരുടെ കാര്യം താൻ നോക്കണം. എപ്പോ നോക്കിയെന്ന് ചോദിച്ചാൽ മതി. വെറുതെ നോക്കിയിരുന്നാ പോരാ, അവരെ കൂടെ നടന്ന് ശുശ്രൂഷിക്കണം. ആള് കാഞ്ഞിരപ്പള്ളിയിലെ വലിയ മാടമ്പിയാണ്. കടുവാക്കുന്നിൽ അവസരം വെച്ച് ഭാര്യ കൊച്ചുമേരി. അപ്പോ വരേ കിടവയും ആട്ടിക്കുട്ടിയും. മക്കൾ 5 പേരാ. 5 പേരും 5 വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽഡാണ്. പൂത്ത കാശുവാ. കാശുള്ളവരും ഇല്ലാത്തവരും ഈ കാരുടെ തീരത്ത് ഒരുപോലെയാണ് ദൈവസന്നിധിയിൽ. അതുകൊണ്ട് ഔസേപ്പച്ചനെയും ഭാര്യ കൊച്ചുമേരിയെയും സിസ്റ്റർ ഇപ്പൊ കൊണ്ടുവരും. ഇന്നു മുതൽ ഷാജി അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ശരിയച്ചോ? പിന്നെ കുറച്ച് ദേഷ്യവും പിടിവാശിയും ഓർമ്മക്കുറവൊക്കെയുള്ള ആളാ. വേണ്ട പോലെ നോക്കിക്കോണം. നോക്കിക്കോളാം അച്ചോ. കടുവയെ പിടിച്ച് കിടുവല്ലേ ഞാൻ. കൊച്ചുമേരിയെ, എടീ കൊച്ചുമേരി, തക്കം പുറത്ത് എന്നതാടി ഒരു ബഹളം? എലിയാണോ അതോ പുലിയാണോ? അത് ഞാനല്ലോടി, കടുവാക്കുന്നിൽ ഔസേപ്പച്ചൻ. അതെ, കാർന്നോന്മാരായിട്ട് സമ്പാദിച്ചു വച്ചിരിക്കുന്ന ഓട്ടുപാത്രങ്ങളും ചെറുപാത്രങ്ങളും ഒക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് തട്ടുമ്പുറത്താണ്. അതിലൊരെണ്ണം പോരാൻ ഞാൻ സമ്മതിക്കുകയില്ല. ആരെങ്കിലും ഒരെണ്ണം എടുത്ത അവന്റെ കൈ ഞാൻ വിട്ടു. ഒളിച്ചു കിടക്കാൻ ശ്രമിച്ച ആ കാല് ഞാൻ വിട്ടു. കൊച്ചുമേരിയെ, ആരാണ് ഈ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്? യൂദാസ്ലീഹായെ. എന്റെ നാടിയിലേരി യൂദാസ്ലിയെ കാണുമ്പോ കരയുകയാണോ വേണ്ടത്? സന്തോഷിക്കല്ലേ വേണ്ടത്? കാശ് കൊടുക്കാതെ വല്ലതും വാങ്ങോടി നീ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 5 പൈസ ഞാൻ തരികയില്ല. 101 കൊടുക്കട്ടെ. ശാസ്ത്രമാവുന്നാണ് നിന്റെ വിചാരം? എല്ലാത്തിനാണ് നീ നേരത്തെ വരുന്നത്. എന്നിട്ട് സണ്ണിക്കുട്ടിയുടെ അടുത്ത് മാറിയാൽ കൂടിയേ. അത് കാര്യം. കുഞ്ഞമ്മക്ക് ഇത്തിരി കുറുക്കാൻ കൂടുതലായി. ഒരു കാര്യം ചെയ്യ്, 101 ആക്കണ്ട, 200 കൊടുത്തേക്ക്. ഉഴക്കണ്ട, കുഞ്ഞമ്മക്കൊരു പണി കൊടുത്തതല്ലേ. സ്ത്രീ
ദിവസങ്ങളായിരുന്നു. ആരാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? പണിക്കലച്ഛൻ അതാരാ? അച്ഛൻ നടത്തുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് അച്ഛനാണോ? അതെ, നമ്മുടെ ജോമോന്റെ കൂട്ടുകാരനാ ഈ അച്ഛൻ. ആ എങ്കിൽ ഇങ്ങോട്ട് വാടാ, നിനക്ക് ഞാനൊരു പണി തരാം. തിരുമ്പടാ. മക്കൾ 5 പേരുണ്ടെങ്കിലും നമ്മളോട് കരുതലും സ്നേഹവും ജോക്കുട്ടനാ. അതുകൊണ്ടല്ലേ അവൻ ജർമ്മനിയിലാണെങ്കിലും നമ്മളെ നോക്കാൻ ഈ വേലക്കാരനെ ഇങ്ങോട്ട് വിട്ടത്. വേലക്കാരൻ അവരെന്നതാണ് ഈ കൊച്ചുപേര്? ഇളയ ജോബിന് മാത്രമേ നമ്മളോട് സ്നേഹമുള്ളൂ. അവന്റെ നേരെ കൂട്ട മോളിക്കുട്ടിക്കോ? പെണ്ണായിട്ടൊന്നേ ഉള്ളൂന്ന് പറഞ്ഞ് മോളിക്കുട്ടിയെ പുന്നരിപ്പിച്ച് വഷളാക്കിയത് ഈ ചായനാ. ആ പിള്ളേര് നാലും നമ്മളെ നോക്കുന്നത് എന്താണ് ഇത്ര ഉറപ്പ്? മാതാപിതാക്കളെ നോക്കാനും പരിചരിക്കാനും പെൺമക്കളാകുന്നത്. എന്നിട്ട് നോക്കിയോ? എടി, മോളിക്കുട്ടിക്ക് നമ്മളെ നോക്കി ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അവരുടെ കെട്ടിയോരും പിള്ളേരും ഒക്കെ അന്ന് UK-ലല്ലയോ? കഴിഞ്ഞ തവണ വിളിച്ചപ്പോഴും മോളിക്കുട്ടി പറഞ്ഞതാ, അപ്പനെയും അമ്മയെയും UK-യിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് പിന്നെ വിഷ്ണുപാത കാണിക്കാൻ കൊണ്ടുപോകുന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. എനിക്കാണെങ്കിൽ മോളിക്കുട്ടിയുടെ പിള്ളേരെ കാണാൻ കൊതിയായിട്ടുമില്ല. എനിക്ക് ഇവിടുന്ന് പോകാൻ ബുദ്ധിയായിട്ടുണ്ട്. നീ എവിടെ പോകാനാ? ഇതേതാ സ്ഥലമെന്നറിയാമോ? എടാ, അതുപോലെ ബംഗ്ലാവ് കാർന്നോന്മാര് സമ്പാദിച്ചതും ഞാൻ വെട്ടിപ്പിടിച്ചതും കൂടി 250 ഏക്കർ പുരയിൽ കാപ്പിയും കുരുമുളകും ഏലവും റബ്ബറും തെങ്ങും മരച്ചീനിയും എല്ലാം കൂടി കൃഷി ചെയ്യുന്ന ഭൂമി. എല്ലും മുറുകെ പണിയെടുത്താൽ കൈ നിറയെ കാശ് തരുന്ന മണ്ണ. പിന്നെ കൊച്ചുമേനിയും കുറച്ച് കൃഷിയുണ്ട്. ആടും കോഴിയും താറാവും പശുക്കളും. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 5 മക്കളും 4 ആണും 1 പെണ്ണും. അയ്യോ, ഈ ജോലിത്തിരക്കിടയില് അതിനെപ്പോ സമയം കിട്ടും? ഏതിന്? അല്ല, അതിന് ഈ മക്കളെ വളർത്താനേ. മക്കളെ വളർത്തുക മാത്രമല്ല, നന്നായി പഠിപ്പിക്കുകയും ചെയ്യും. 5 പേരും വലിയ ഉദ്യോഗസ്ഥന്മാരായി കുടുംബമായിട്ട് 5 രാജ്യങ്ങളിലും. കുഞ്ചിയമ്മയ്ക്കഞ്ച് മക്കൾ, ഒന്നാമോനമ്മനെ കുഞ്ചു. അല്ല, ഈ ഒന്നാമനാരാ? മക്കളെ മൂത്തതാരാണ്? സണ്ണിക്കുട്ടി കുടുംബസമേതം അമേരിക്കയിലാ. മക്കളെല്ലാം ഒന്നാമന്മാരായിരുന്നു. എന്റെ അല്ലേ മക്കൾ? ഈ കടുവാക്കുന്നിൽ ഔസേപ്പച്ചന്റെ അച്ഛനിങ്ങനെ മക്കളുടെ മഹത്വവും സ്വത്തിന്റെ വലിപ്പവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വലിയ വീട്ടിൽ വയസ്സായ ഞങ്ങൾ 2 പേരും തനിച്ചായനേക്കാൾ വലിയ ഗതികളൊന്നുമില്ലല്ലോ. പേരക്കുട്ടികളെ കാണാനും ലാളിക്കാനും അവരോടൊപ്പം കഴിയാനും ആഗ്രഹിക്കാത്തവരുണ്ടോ? മക്കളോടും കുടുംബത്തോടും ഒപ്പം സന്തോഷത്തോടെ കഴിയുന്നതാ ഏറ്റവും വലിയ വലുപ്പം. ഇപ്പോ അന്യദേശത്ത് നിന്ന് വല്ലപ്പോഴും വരുന്നൊരു ഫോൺ വിളിയുടെ പേരാ മക്കള്. ആ ഫോൺ വിളി കേൾക്കാൻ ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പിന്റെ പേരാ മാതാപിതാക്കളെന്ന്. ഒറ്റപ്പെട്ടു പോയ ഒരു ഗുരുത്തിന്റെ പേരാ പ്രാർത്ഥിക്കലെന്ന്. അച്ചായനെ കുറിച്ച് കരയാതെ ഇവിടെ ഞങ്ങളെല്ലാവരും. പിന്നെ ഒരു കാര്യം, ഇത് അച്ചായന്റെ അമ്മച്ചിയുടെ വീടും ബംഗ്ലാവുന്നുണ്ട്. പനക്കൽ അച്ഛന്റെ കാരണദിനമാണ്. വൃദ്ധസദനം. കടുവാക്കുന്നിൽ
സന്തോഷമാണോ ദുഃഖമാണോ? അറിയില്ല. ജീവിതത്തിൽ ഉടനീളം വിജയിച്ചവനാണ്. മക്കളെല്ലാവരും ഒരു നിലയിലെത്തിയതിന്റെ സന്തോഷം ഒരു വശം, വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ ദുഃഖം വേറെടുത്തു. സംഗീതം ചില വേദനകളുടെ സുഖം കൊടുത്തു. ഇത് കാരണതീരമെന്ന വളരെ ഹോമം, വാർദ്ധക്യത്തിലെത്തിയവരുടെ ശരണാലയം. നിങ്ങളെല്ലാവരും ഇവിടുത്തെ അന്തേവാസികൾ. ഇത് നമ്മുടെ വീടല്ലേ അച്ചോ? എനിക്ക് ഇത്തിരി മാറില്ലോ. അതുകൊണ്ട് ഞങ്ങൾ നടക്കാതെ ഇറങ്ങിയപ്പോഴെങ്കിലും വഴി തെറ്റി കയറിയതാണ്. ഞങ്ങൾക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. വലിയ വീടും പറമ്പൊക്കെ ഉള്ളവരാ. അച്ഛൻ എന്നെ അറിയത്തില്ലായോ? കാലിരപ്പള്ളിയിലെ വലിയ നടപാടിയാ. കടുവാക്കുന്നിലെ ഊസേപ്പച്ചൻ. കൊച്ചുവേലി, വാ വാ വാ, നമുക്ക് പോവാം. വാ, വാ. ഞാൻ പറയുന്നത് വളരെ ക്ഷമയോട് കേൾക്കണം. അച്ചായനെയും അമ്മച്ചിയെയും മക്കൾ തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. മരണം വരെ നോക്കാനുള്ള പണവും ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അച്ചായൻ പറയുന്ന വീടും പറമ്പും മക്കൾ വിട്ടു. കൊച്ചുവേലി, എടീ കൊച്ചുവേലി. ആചാരങ്ങളെല്ലാം ഗംഭീരമാക്കണം. നിറയെ പൂക്കളും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് നിറഞ്ഞ പന്തലിൽ വേണം എന്നെ കിടത്താൻ. 2 പള്ളിയിലെ ദർശന സമൂഹം വിലാപയാത്രയ്ക്ക് മുന്നിലായി പോകണം. അതിന്റെ പുറകിൽ ബാൻഡ് വേണം. പള്ളിയിലേക്കുള്ള ശവഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കണം. ഈട്ടിത്തടിയിൽ തീർത്ത ശവപ്പെട്ടിയിൽ കിടക്കുന്ന എന്നെ മക്കളും പേരക്കുട്ടികളും ചേർന്ന് തോളിലേറ്റി നടക്കണം. അച്ചോ, എന്റെ കൈകൾ കുത്തിക്കെട്ടല്ല, പുറത്തേക്കിട്ടാ മതി.
വരും തലമുറ ചോദിക്കണം, ഇതാരാണ്? കുരിശിൽ നോക്കി ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. എന്റെ ചരിത്രം മണ്ണിനെയും മക്കളെയും കണക്കിൽ കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത എന്നെ കുറിച്ച് കൊടുക്കാം. ഒന്നുമില്ലാതെ അനാഥാലയത്തിൽ അവസാനിച്ച എന്നെ കുറിച്ച് കൊച്ചുമേരി, ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാനൊന്ന് കിടക്കട്ടെ. ഒരു പാട്ടൊക്കെ പാടി തന്ന് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. താനും എന്നെ വിട്ട് പോകല്ലേ. ശുഭകരമല്ലാത്തൊരു വാർത്ത പറയാനാണ് വിളിച്ചത്. ഔസേപ്പച്ചായൻ നമ്മളെല്ലാവരെയും വിട്ട് ദൈവസന്നിധിയിലേക്ക് പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ ആ സണ്ണിക്കുട്ടിയെ വിളിച്ചത്. ബോഡി ഫ്രീസറിലേക്ക് മാറ്റാം. മക്കളെല്ലാവരും എന്ന് വരുമെന്ന് അറിഞ്ഞാല് അന്നത്തേക്ക് സംസ്കാര ശുശ്രൂഷകൾ പ്ലാൻ ചെയ്യാം. ഈ പെട്ടെന്ന് കയറി വരുന്നൊക്കെ പറഞ്ഞാല് അച്ചോ ഞങ്ങൾക്ക് ആർക്കും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും 100,000 തിരക്കുകളാണ്. ഒരു കാര്യം കാശ് അയച്ചു തരാം. അന്തികർമ്മൊക്കെ നടക്കട്ടെ. ഇടവുകളിൽ ഇരുന്ന് കൊണ്ടുപോകണ്ട. എല്ലാം അവിടെ തന്നെ മതി. പിന്നെ ഒരു ക്യാമറാമാനെ വിളിച്ച് ഷൂട്ട് ചെയ്യിച്ചു. ലൈവിട്ടാ മതി. ഇവിടെ നിന്ന് ഞങ്ങൾ കണ്ടത്. മരിച്ചടക്കിനെ കുറിച്ച് ഔസേപ്പച്ചായൻ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിരുന്നു. വയസ്സുകാലത്ത് ഒരുപാട് താഴ്ന്നു പറയും. ആ താളത്തിലൊക്കെ തുള്ളാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അച്ചോ ഒരു ഓർഡർ സെറ്റപ്പൊക്കെ മതിയെന്നില്ല. സംസ്കാരം കഴിഞ്ഞ് വരുന്നവർക്ക് ഓരോ ചായയും ഉഴുന്നുവടയും ആകാം അല്ലേ? ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട. ഒരു ചായ മാത്രം കൊടുത്താൽ മതി. അപ്പോ ഉഴുന്നുവടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇത് ഞങ്ങളുടെ സമ്പാദ്യമാണ്. ഇതച്ഛനെ വിൽക്കാം. കടുവാക്കുന്നിൽ ഔസേപ്പച്ചന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ മക്കളുടെ മുന്നിൽ യാചിക്കണ്ട. ഈ ചായന്റെ ആഗ്രഹം പോലെ പൂക്കളും സുഗന്ധദ്രവ്യങ്ങളും 2 പള്ളിയിലെ ദർശന സമൂഹം വേണം. ഘോഷയാത്രയ്ക്കുള്ള ആളെ നമുക്ക് കാശ് കൊടുത്ത് വിളിക്കാം. ഈറ്റക്കളി കൊണ്ട് നികത്ത ശവപ്പെട്ടി, അത് ചുമലിലേക്ക് നടക്കാൻ മക്കളും പേരക്കുട്ടികളും. മക്കളെയും പേരക്കുട്ടികളെയും കാശ് കൊടുത്ത കിട്ടുമോ? സ്നേഹത്തിന്റെ താക്കോലുകൊണ്ട് അപരന്റെ ഹൃദയം തുറന്നാൽ കാണാം ഇതുപോലെ നീളുന്ന 100 കഥകൾ. മാതാപിതാക്കളെ മനസ്സിലാക്കാത്ത മക്കളും മക്കളെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന മാതാപിതാക്കൾ. എല്ലാ മക്കളോടും ഒരു അപേക്ഷ.
വാക്കുകളുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങൾ തുറക്കാം. നമ്മുടെ മാതാപിതാക്കളെ അടുത്തറിയാം, കേൾക്കാം, ചേർത്ത് പിടിക്കാം. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന, അതാണ് ഏറ്റവും വലിയ കടമ. ആദിവ്യാധികൾ അന്യമാ